നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലം കൊറിയൻ മൂവിയാണ് ഫോർഗോട്ടൻ. ഈ ഒരു എൻ്റയർ മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു എൻഗേജിങ് എലമെന്റ്സോ അല്ലെങ്കിൽ ഈ മൂവിയുടെ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ കംപ്ലീറ്റ്ലി കിളി പറത്തുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഹാപ്പി ആയിട്ടൊരു ഫാമിലി, ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ. അതിൽ രണ്ടാമത്തെ മകനാണ് ജിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. സോ പുള്ളിക്കാരൻ്റെ ഒരു POVയിലാണ് ഈ ഒരു എൻ്റയർ മൂവി മുന്നോട്ട് പോകുന്നത്. സോ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറും. ആ വീട്ടിലെ എല്ലാ റൂമും ഇവർക്ക് ആക്സസ് ആണെങ്കിലും ഒരു റൂമിൽ മാത്രം ഇവർക്ക് ആർക്കും ആക്സസ് ഇല്ല. ആ റൂം ആ വീട്ടിലെ പ്രീവിയസ് ഓണർ ആയിട്ടുള്ള അയാളുടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇവർ താമസം മാറി അന്ന് തന്നെ ആ റൂമിന്റെ അകത്തുനിന്ന് പലതരത്തിലുള്ള സൗണ്ട് ഒക്കെ ഈ ഒരു ജിന്നി എന്ന് പറയുന്ന ക്യാരക്ടറിന് കേൾക്കാൻ തുടങ്ങും. പക്ഷെ ആ വീട്ടിലുള്ള മറ്റാർക്കും ആ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി ഇയാൾക്ക് ആ റൂമിൽ നിന്ന് ആരോ വരുന്നത് പോലെയും നടക്കുന്ന പോലെയും സൗണ്ട് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇയാളുടെ ബ്രദർ പറയും, നീ ഓക്കെ അല്ല, അപ്പൊ നമുക്കൊരു വാക്കിന് പോകാന്ന് പറഞ്ഞിട്ട് രാത്രി നല്ല മഴയുള്ള ഒരു സമയത്ത് രണ്ടുപേരും കൂടി നടക്കാൻ പോകും. സോ ഈ നടക്കാൻ പോകുന്ന ടൈമിൽ ഒരുപാട് ആൾക്കാർ ചേർന്ന് ഈ പുള്ളിക്കാരന്റെ ചേട്ടനെ കിഡ്നാപ്പ് ചെയ്യും. ഈ കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർ ആരാണെന്നോ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത ആൾക്ക് എന്ത് വേണമെന്നോ ഒരു ഡീറ്റെയിലും കാണത്തില്ല. അങ്ങനെ ഒരുപാട് ദിവസം കടന്നു പോകും. പോലീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു, ഒരുപാട് ഒരു അന്വേഷണമൊക്കെ തുടങ്ങി, എന്നിട്ട് ഒരു റിസൾട്ട്സും ഇല്ല. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇയാളുടെ ചേട്ടൻ തിരിച്ച് വീട്ടിലോട്ട് വരും. പക്ഷെ വീട്ടിലോട്ട് വന്നതിന് ശേഷം തന്റെ ചേട്ടൻ പറയുന്നത് അന്ന് നടന്ന എന്താണോ അല്ലെങ്കിൽ ആ കിഡ്നാപ്പിംഗ് ടൈമിൽ അവിടെ നടന്ന ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നു എന്ന് പറയും. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല എന്ന് ഇവർ മുന്നോട്ട് പോകും. പക്ഷെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇയാൾക്ക് ഒരുപാട് ചേഞ്ചസ് ബ്രദറിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അതായത് പുള്ളിക്കാരന്റെ ബിഹേവിയർ ആയാലും നടത്തത്തിലായാലും സംസാരത്തിലായാലും ഒരുപാട് ചേഞ്ച്. കാരണം തിരിച്ചു വന്നത് തന്നെ ചേട്ടനല്ലാത്തൊരു ഫീലായിട്ട് തോന്നും. സോ പിന്നീട് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തന്റെ ബ്രദർ എന്ന് പറഞ്ഞു വന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ തന്റെ ബ്രദറിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ഇയാൾ രാത്രി എവിടെയാണ് ഇറങ്ങിപ്പോകുന്നതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഇതെല്ലാം ഒരു ജിൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ POVയിലാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ സ്റ്റക്കായി നിൽക്കുന്ന പോലെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ നമ്മൾ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ചില സമയത്ത് തോന്നും ഇതൊക്കെ ജിന്നിന്റെ ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു മൂടെ പ്രസന്റേഷൻ പോയിരിക്കുന്നത്. നമ്മളെ മൊത്തത്തിൽ വട്ടടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ കിളിയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിന്റെ എക്സ്ട്രീമിൽ സിനിമ കൊണ്ട് നിർത്തുന്നുണ്ട്. സോ ഈ ഒരു ത്രില്ലിംഗ് മൂവ്മെന്റ് മാത്രമല്ല, സിനിമ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇമോഷണലി നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്താണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ ഒരു മൂവിയിലെ ഒരു വില്ലനെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അയാളുടെ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. അയാൾ ചെയ്ത കാര്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷനും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പോയിരിക്കുന്നത്. ഒരു കിടിലം മൂവിയാണ്, കിടിലം പ്രസന്റേഷൻ ആണ്. ഞാൻ സീരിയസ്ലി എടുത്തു പറയാം, ഈ ഒരു മൂവിയുടെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെ കിളിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടായിട്ട് ഞാൻ എന്താണ് ഇപ്പൊ കണ്ടെന്ന രീതിയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കും. ആ ലെവലിൽ നിങ്ങൾ ഈ ഒരു മൂവി കൊണ്ട് എത്തിക്കുന്നുണ്ട്. സോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കൊറിയൻ മൂവിയാണ് ഫോർഗോട്ടൻ എന്നുള്ള മൂവി. സോ എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കൂടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.